ഞങ്ങൾ ബാക്കുവിൽ നിന്നും ഷമാക്കിലേക്കുള്ള യാത്രയിൽ ദീർഘദൂര യാത്രയാണ്. ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വാഹനം ഇവിടെ നിർത്തിയത്. മിക്കവാറും ദീർഘദൂര ബസ്സുകളെല്ലാം ഇവിടെ നിർത്തി ഭക്ഷണം കഴിച്ചിട്ടാണ് പോകാറുള്ളത്. സ്ട്രീറ്റ് ഫുഡ് ധാരാളം കിട്ടുന്ന ഒരു ഏരിയയാണ്. കബാബിലാർ എന്നുള്ള പേരിലൊക്കെ അവിടുത്തെ തനതായ ഫുഡ് നമുക്ക് വാങ്ങിക്കഴിക്കാം. നല്ല ചൂടോടുകൂടി മട്ടനും ചിക്കനൊക്കെ അരച്ച് കനലിൽ ചുട്ട് റൊട്ടിയും ചേർത്ത് ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. ധാരാളം ആളുകൾ, ദീർഘദൂര സഞ്ചാരികൾ ഇവിടെ നിന്ന് ഭക്ഷണമായി കഴിക്കാറുണ്ട്. നാട്ടുകാർക്ക് ഒരു ചെറിയ തോതിലുള്ള പൈസ വാങ്ങലും വിദേശികളുടെ നിന്ന് നല്ല നല്ല പൈസയൊക്കെയാണ് ഇവർ ഈടാക്കാറുള്ളത്. രണ്ട് തരത്തിലുള്ള കച്ചവടമാണ് അവരവിടെ ചെയ്യാറുള്ളത്. ഒരുപാട് സാധനങ്ങളാണ് ഈ സ്ട്രീറ്റിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. ഇദ്ദേഹവും കബാബ് ഒക്കെ വിൽക്കുന്ന ഒരു കടയിൽ തന്നെയാണ്. അസർബൈജാനിലെ എല്ലാ സ്ഥലത്തും മാതള കൃഷി ധാരാളം ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും. വലിയ വലിപ്പമുള്ള മാതളമാണ് ഇവിടെ കിട്ടാറുള്ളത്. ചെറിയ പൈസയ്ക്ക് മാതളം കിട്ടുന്ന ലോകത്തിലെ ഒരു വലിയ രാജ്യം തന്നെയാണ് അസർബൈജാൻ. ഇന്ത്യക്കാർ ധാരാളം, മറ്റുള്ള രാജ്യക്കാരെല്ലാം വന്ന് കാപ്പികളൊക്കെ വാങ്ങിച്ചു കുടിക്കുന്ന ഒരു കടയാണിത്. ഞങ്ങൾ ഇന്ത്യക്കാരാണെന്ന് അറിഞ്ഞുകൊണ്ട് വളരെ രസകരമായിട്ട് ഞങ്ങളോട് സംസാരിച്ചു. രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയൊക്കെ പേര് പറയുകയും ഇന്ത്യൻ മണി എടുത്ത് ഞങ്ങളെ കാണിക്കുകയും ഒക്കെ ചെയ്യും. ഞങ്ങൾ കാപ്പി വാങ്ങിക്കുന്നു. രണ്ട് കാപ്പിച്ചിനെയും വേറെ രണ്ട് തരത്തിലുള്ള കാപ്പികളൊക്കെ പേരുകൊണ്ട് കാപ്പിച്ചിനെങ്കിലും സാധാ കാപ്പി പോലെയാണ് തോന്നാറുള്ളത്. വലിയ കപ്പിന് വലിയ പൈസയും ചെറിയ കപ്പിന് ചെറിയ പൈസയും നമ്മളെ കാണിച്ചിട്ടാണ് ഇതൊക്കെ കച്ചവടം ചെയ്യുന്നത്. ഇന്ത്യൻ മണി 10-ന്റെ 20-ന്റെ 200-ന്റെ നോട്ടുകളൊക്കെ ഞങ്ങളെ എടുത്ത് കാണിച്ചു. വളരെ രസകരമായിട്ടാണ് സംസാരിക്കുകയും നല്ല സ്നേഹത്തോട് പെരുമാറുകയും ചെയ്യുന്ന ഒരു രസികനായ കച്ചവടക്കാരനാണ്. മുഴുവൻ കബാബ് വിൽക്കുന്ന ഒരു സ്ട്രീറ്റാണ്. ധാരാളം ഭക്ഷണം എല്ലാവരും ഈ സ്ട്രീറ്റ് ഫുഡുകളൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടാണ് തുടർ യാത്രകൾ ചെയ്യാറുള്ളത്. ഇവിടെയും അത്തരം ഒരു കട തന്നെയാണുള്ളത്. കബാബിൻ്റെ ഒരുപാട് കടകൾ, വ്യത്യസ്തമായ രീതിയിലുള്ള കബാബുകൾ വിൽക്കുന്ന ധാരാളം കടകൾ നമുക്കിവിടെ കാണാൻ കഴിയും. വാഹനങ്ങൾ കൊണ്ട് നിർത്തുമ്പോൾ നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ട്. എല്ലാവരും വന്ന് കബാബ് വാങ്ങി കാപ്പിയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടാണ് പോകാറുള്ളത്. ഈ കടയുടെ പേര് കബാബിലാർ എന്നാണ് ഇട്ടേക്കുന്നത്. കബാബിലാർ. മട്ടനും ചിക്കനും ഒക്കെ കനലിൽ പൊള്ളിച്ച് റൊട്ടി അതിനൽപ്പം പച്ചക്കറിയൊക്കെ ചേർത്താണ് ഇവരുടെ കബാബ് നമുക്ക് തരുന്നത്. നല്ല ചൂടോട്